Hi all. See the question. The total number of neutrons present in 54 ml of H2O. 54 ml water എന്ന് പറയുന്നത് actually it is 54 gram water, right? കാരണം വെള്ളത്തിന്റെ density 1 gram per ml ആണ്. Density is equal to mass by volume. Therefore, mass is equal to density into volume. അങ്ങനെ density 1 into volume 54 ചെയ്യുമ്പോഴേക്ക് 54 gram എന്ന് നമുക്ക് കിട്ടും. So, number of moles of water is equal to mass by molar mass, which is equal to 54 by 18. So, you have 3 moles of water. ഒരു മോൾ വാട്ടറിൽ എത്ര ന്യൂട്രോണുകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. ഹൈഡ്രജനെ H11 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് കൊണ്ട് നമ്പർ ഓഫ് ന്യൂട്രോൺസ് അറ്റോമിക് മാസ് മൈനസ് അറ്റോമിക് നമ്പർ ആണ്. Therefore, 1 minus 1 is equal to 0. Oxygen is actually 816 എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. So, number of neutron is 16 minus 8 is equal to 8. അതുകൊണ്ട് ഞാൻ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ വാട്ടറിൽ ഹൈഡ്രജനിൽ ന്യൂട്രോൺസ് ഒന്നുമില്ല, ഓക്സിജനിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോ വാട്ടറിനും 8 ന്യൂട്രോണുകളായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. ഓരോ വാട്ടറിനും 8 ന്യൂട്രോണുകളായിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. നമ്മുടെ കയ്യിൽ 3 മോളാണ് വാട്ടർ ഉള്ളത്. Therefore, number of moles of neutron is equal to 3 മോളാണ് 3 into 8 മോൾ ന്യൂട്രോൺസ് ആയിരിക്കും നമ്മുടെ കയ്യിൽ ഉണ്ടാവുക, which is equal to 24. അഥവാ നമ്മൾ അതിനെ നമ്പറിലേക്ക് മാറ്റുമ്പോൾ 24 അവഗാഡ്രോ നമ്പർ will be your answer. The ratio of velocity of electrons in the third and the fifth orbit of lithium. So you know that velocity expression V is equal to V0 Z by N ആണ്. അതിൽ V0 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, ഫിക്സഡ് വാല്യൂ ആണ്. ഇവിടെ ലിഥിയം എടുത്തത് കൊണ്ട് ലിഥിയത്തിന്റെ Z സെയിം ആണ്. കാരണം മറ്റ് വ്യത്യസ്ത 2 എലിമെന്റ്സ് ഇല്ല, ലിഥിയം മാത്രമേ ഉള്ളൂ. ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ സെയിം ആണ്. So you understand velocity is inversely proportional to number of orbital or shell. Shell അല്ലെങ്കിൽ ഓർബിറ്റ്, ഓർബിറ്റൽ അല്ല ഓർബിറ്റ് ഓർ ഷെല്ലിനെ ആയിരിക്കും അത് ആശ്രയിക്കുന്നത്. അപ്പൊ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ തേർഡ് ബൈ വെലോസിറ്റി ഇൻ ദ ഫിഫ്ത്ത് ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ദി ഷെല്ലാണ്. അതുകൊണ്ട് ദാറ്റ് വിൽ ബി 5/3. അതുകൊണ്ട് നമുക്ക് റേഷ്യോ വരേണ്ടത് 5:3. Which of the following contains the largest mass of hydrogen atoms എന്നുള്ളതാണ് ചോദ്യം. ഹൈഡ്രജൻ ആറ്റംസ് ആണ് നമുക്ക് മാസ് കാണേണ്ടത്. 1 മോളിൽ 2 ഹൈഡ്രജൻ ഉണ്ട്. സോ 5 മോളിൽ 10 മോൾ ഹൈഡ്രജൻ ഉണ്ട്. 10 മോൾ ഹൈഡ്രജൻ എന്ന് പറയുന്നത് 10 ഗ്രാം ആണ്. കാരണം ഒരു ഹൈഡ്രജൻ 1 ഗ്രാം ആണ്, 1 മോൾ ഹൈഡ്രജൻ. രണ്ടാമത്തെ കേസിൽ നോക്കാം, എന്റെ കോമ്പൗണ്ടിൽ 8 ഹൈഡ്രജൻ ആണുള്ളത്. 1.1 മോളിലാണെങ്കിൽ നമുക്ക് 8.8 മോൾ ഹൈഡ്രജൻ ഉണ്ടാവും, വിച്ച് ഇൻഡിക്കേറ്റ്സ് 8.8 ഗ്രാം. ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത് C6H8O6 ആണെങ്കിൽ അതിൽ 8 ഹൈഡ്രജൻ ഉണ്ട്. 1.5 മോളാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 1.5 എന്ന് പറയുന്നത് 3/2 into 8 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 12 മോൾ ഹൈഡ്രജൻ ഉണ്ടാവും, ഓർ ദാറ്റ് ഈസ് 12 ഗ്രാം. C2H4O2 4 ഹൈഡ്രജൻ ആണ്. 4 മോൾ എടുക്കുമ്പോഴേക്ക് നമുക്ക് 16 മോൾ ഹൈഡ്രജൻ ആയിരിക്കും ഉണ്ടാവുക, വിച്ച് ഈസ് ഈക്വൽ ടു 16 ഗ്രാം. അപ്പൊ ഇതിന്റെ മാസ് 10, 8.8, 12, 16. അതിൽ ഏറ്റവും വലുതായിട്ട് വന്നിരിക്കുന്നത് 16 ഗ്രാം ആണ്. If the radius of second stationary orbit in Bohr's atom is r, then the radius of third orbit will be. റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ r0 n square by z ആണ്. അതിൽ r0 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഇവിടെ നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിനെ പറ്റിയാണ് കമ്പയർ ചെയ്യുക, കാരണം പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഹൈഡ്രജൻ ആണ്, വെർ z is the same. അപ്പൊ എനിക്ക് മനസ്സിലായിരിക്കുന്നത് r is proportional to n square. The radius of the third orbit ആണ് കണ്ടുപിടിക്കേണ്ടത്. സെക്കൻഡ് ഓർബിറ്റ് നമുക്ക് തന്നിരിക്കുന്നു. അപ്പൊ ഞാൻ പറയാണ് തേർഡ് ഓർബിറ്റിന്റെ റേഡിയസ് ബൈ സെക്കൻഡ് ഓർബിറ്റിന്റെ റേഡിയസ് എന്ന് പറയുന്നത് n സ്ക്വയർ, തേർഡിന്റെ സ്ക്വയർ ബൈ സെക്കൻഡ് സ്ക്വയർ ആണ്, വിച്ച് ഈസ് 9/4. അതുകൊണ്ട് r3 ഈസ് ഈക്വൽ ടു 9/4 ഇൻറ്റു r2. r2 എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റേഷനറി ഓർബിറ്റിന്റെ റേഡിയസ് ആണ്. അതിനെ ക്യാപിറ്റൽ R എന്നാണ് വിളിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് 9/4 r, which is equal to 2.25 r. So that is your answer. If average molecular mass of air is 29, then assuming nitrogen and oxygen gases are there, which options are correct regarding the composition of air? ഇതാണ് ചോദ്യം. അപ്പൊ നമ്മൾ നോക്കേണ്ടത് 75% ബൈ മാസ് നൈട്രജൻ ആണോ, 75% ബൈ മോൾസ് നൈട്രജൻ ആണോ, 72.41 ബൈ മാസ് ഓഫ് നൈട്രജൻ ആണോ, ഇതിലേതാണ് ശരിയെന്ന് കണ്ടുപിടിക്കണം. ആവറേജ് ആണ്, ആവറേജ് മോളിക്കുലാർ മാസ് ആണ് തന്നിരിക്കുന്നത്. സോ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് നമുക്കറിയാം, മോളിക്കുലാർ മാസ് ആവറേജ് മോളിക്കുലാർ മാസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ആവറേജ് മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ടോട്ടൽ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ആണ്. അപ്പൊ ഇവിടെ വരുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് എഴുതാം, ടോട്ടൽ മോൾസ്. ടോട്ടൽ എണ്ണം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ആവറേജ് കിട്ടുക.
മാസിനെ ഞാൻ 100 എന്ന് എടുത്തു എന്ന് വിചാരിക്കുക. ലെറ്റ് us say you have 100 gram, ടോട്ടൽ 100 gram ആണ്. അതിൽ എക്സ് ഗ്രാം ആണ് നൈട്രജൻ ഉള്ളതെങ്കിൽ ബാക്കി എത്രയായിരിക്കും? 100 മൈനസ് എക്സ് ഗ്രാം ആയിരിക്കും ഓക്സിജൻ ഉണ്ടാവുക. അപ്പൊ ആവറേജ് മോളിക്കുലർ മാസ് 29 ഇസ് ഈക്വൽ ടു ടോട്ടൽ മാസ്. ടോട്ടൽ മാസിനെ ഞാൻ 100 gram ആയിട്ട് എടുത്തു, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ ഈസ് മാസ് ബൈ മോളാർ മാസ് പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ, ഓക്സിജന്റെ മാസ് 100 മൈനസ് എക്സ് ബൈ മോളാർ മാസ് 32. നമ്മൾ ഇത് സോൾവ് ചെയ്യുക, നമുക്ക് എക്സ് കിട്ടും. എക്സ് നമുക്ക് 72.41 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ എക്സ് എന്ന് പറയുന്നത് എക്സ് ഗ്രാം ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് 72.41 എന്ന് പറയുന്ന എക്സ് ഗ്രാം, ഇത്രയും ഗ്രാം നൈട്രജൻ ആണ്. സോ 72.41 നൈട്രജൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. റെഡി അല്ലേ? ഇനി നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, സോ എനിവേ നമുക്ക് 3 എന്നുള്ളത് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ പെർസെന്റേജ് ബൈ മാസ് അല്ലെങ്കിൽ പെർസെന്റേജ് ബൈ മോൾസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും നൈട്രജന്റെ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്ഥിതിക്ക് ഇനി ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് നമുക്ക് കണ്ടുപിടിക്കാം. ശരിയല്ലേ? എങ്കിലേ പെർസെന്റേജ് ബൈ മോൾസ് ചെയ്യാൻ പറ്റുള്ളൂ. ടോട്ടൽ മോൾസ് കണ്ടുപിടിക്കണമെങ്കിൽ നൈട്രജന്റെ മോൾസ് വിച്ച് ഈസ് എക്സ് ബൈ 28 പ്ലസ് 100 മൈനസ് എക്സ് ബൈ 32 നമ്മൾ ചെയ്യണം. ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്ക് യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് 3.44 മോൾ. ഇതാണ് നമുക്ക് കിട്ടുന്നത്. കാരണം എക്സ് നമ്മൾ 72.41 എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പെർസെന്റേജ് മോൾ ഓഫ് നൈട്രജൻ, പെർസെന്റേജ് കാണാൻ വേണ്ടി നൈട്രജന്റെ നമ്പർ ഓഫ് മോൾസ്, നൈട്രജന്റെ നമ്പർ ഓഫ് മോൾസ് നമുക്ക് എത്ര കിട്ടുക? ഇറ്റ് ഈസ് എക്സ് ബൈ 28 വിച്ച് ഈസ് 72.41 ബൈ 28 ആണ്, വിച്ച് ഈസ് 2.5. സോ ദാറ്റ് ഈസ് 2.5 ബൈ 3.4 ഇൻറ്റു 100 ആണ്, വിച്ച് ഈസ് അറൌണ്ട് 75%. അപ്പം പെർസെൻറ്റേജ് മോൾ ഓഫ് നൈട്രജൻ ആണ് 75% ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ 75% ബൈ മോൾസ് ആണ് ശരിയായിട്ട് വരേണ്ടത്. സെക്കൻഡും തേർഡുമാണ് ഇതിൽ നമ്മൾ കറക്റ്റ് ആൻസർ ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത്. സോ ദാറ്റ് ഈസ് യുവർ ഓപ്ഷൻ സി. സി ഈസ് യുവർ ആൻസർ. ഓക്കെ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഡിസ്ക്രീറ്റഡ് ഇൻ ബോർ തിയറി. ബോർ തിയറിയിൽ ചില ആൾക്കാർക്ക് ഡെഫിനിറ്റ് വാല്യൂസ് ഓർ ഡെഫിനിറ്റ് മൾട്ടിപ്പിൾസ് ഓഫ് വാല്യൂസ് മാത്രമേ പോസിബിൾ ആവുള്ളൂ. ആൻഡ് ഈസ് ഇറ്റ് പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, വെലോസിറ്റി ഓർ ആംഗുലർ മൊമെന്റം? ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് ആംഗുലർ മൊമെന്റം, ബിക്കോസ് ആംഗുലർ മൊമെന്റം ഈസ് ക്വാണ്ടൈസ്ഡ് or MVR is equal to integral multiple of h by 2 pi. അതുകൊണ്ട് ഡിസ്ക്രീറ്റ് വാല്യൂസ് പോസിബിൾ ആയിരിക്കുന്നത് ആംഗുലർ മൊമെന്റത്തിനാണ്. A given sample of pure compound contains 9.81 gram of zinc, 1.8 into 10 raised to 23 atoms of chromium and 0.60 mole of oxygen atoms. What is the simplest formula? നമുക്ക് എംപിരിക്കൽ ഫോർമുലയാണ് കണ്ടുപിടിക്കേണ്ടത്. സിങ്കും ക്രോമിയവും ഓക്സിജനെയും പറ്റിയാണ് സംസാരിക്കുന്നത്. സിങ്കിന്റെ കേസിൽ നമുക്ക് തന്നിരിക്കുന്നത് 9.81 ഗ്രാം ആണ്. ഞാൻ അതിന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണമെങ്കിൽ മാസ് ബൈ മോളാർ മാസ് ചെയ്യണം, 65.38 ചെയ്യണം. ക്രോമിയത്തിന്റെ കേസിൽ സോ വിച്ച് ഈസ് ഈക്വൽ ടു 9നെ 10 ആയിട്ട് എടുത്താൽ 10/65 എടുക്കുമ്പോഴേക്ക് 10/60 തന്നെ 0.16 ആണ്. സോ ദിസ് ഈസ് അറൌണ്ട് 0.16 ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. ക്രോമിയം ഞാൻ കൺസിഡർ ചെയ്യുന്നു, ക്രോമിയത്തിന്റെ ആറ്റംസ് ആണ് തന്നെ. അപ്പൊ നമ്പർ ഓഫ് മോൾസ് കാണാൻ ഞാൻ തന്നിരിക്കുന്ന ആറ്റംസ് ബൈ അവഗാഡ്രോ നമ്പർ ചെയ്യണം, വിച്ച് ഈസ് ഈക്വൽ ടു 0.3 മോൾ. അപ്പൊ ക്രോമിയത്തിന്റെ നമ്പർ ഓഫ് മോൾസ് നമുക്ക് കിട്ടി. ഓക്സിജന്റേത് 0.60 മോൾസ് എന്ന് ഡയറക്റ്റ് തന്നു. നൗ ലെറ്റ് us ടേക്ക് ദ സിംപ്ലസ്റ്റ് റേഷ്യോ. സിംപ്ലസ്റ്റ് റേഷ്യോ എടുക്കണമെങ്കിൽ ഏറ്റവും ചെറിയ വാല്യൂ കൊണ്ട് നമ്മൾ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഞാൻ ഇതിന് 0.16, 0.16 ആൻഡ് 0.16 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സിങ്കിന്റെ അവിടെ 1 ആണെങ്കിൽ ക്രോമിയത്തില് 3/2 ചെയ്യുമ്പോൾ അറൌണ്ട് 2 വരും. 0.3/0.16 എന്ന് പറയുന്നത് അറൌണ്ട് 2 ആണ് നമുക്ക് അതിൽ ആൻസർ ആയിട്ട് വരിക. ആൻഡ് 0.6 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പൊ എനിക്ക് ZnCr2O4 എന്ന് പറയുന്ന ഫോർമുല ആയിരിക്കണം നമുക്ക് ആൻസർ ആയിട്ട് കിട്ടേണ്ടത്. Therefore your answer will be B. ഇതാണ് 37ന്റെ ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. The formula of an acid is HXO2. The mass of 0.0242 moles of the acid is 1.657 gram. What is the atomic mass of X? ഈ ചോദ്യത്തിൽ നമുക്ക് ഫോർമുല ഓഫ് എൻ ആസിഡ് HXO2 എന്ന് തന്നിരിക്കുന്നു. അപ്പൊ HXO2 എന്ന് പറഞ്ഞാൽ അതിന്റെ മോളാർ മാസ് നമുക്ക് കണ്ടുപിടിക്കാം. സോ 1 മോൾ HXO2ന്റെ മാസ് എത്രയാണ്? അത് ഹൈഡ്രജന്റെ മാസ് പ്ലസ് എക്സിന്റെ മാസ് പ്ലസ്
രണ്ട് ഓക്സിജന്റെ മാസാണ്, ഹൈഡ്രജൻ 1 ആണ്, എക്സ് പ്ലസ് 2 ഓക്സിജൻ 32, സോ ദാറ്റ് ഈസ് എക്സ് പ്ലസ് 33 ഗ്രാം ആണ് 1 മോൾ HXO2ന്റെ മാസ്. നമുക്കിതിന്റെ നോർമൽ മാസ് ഈസ് ഗിവൺ, നമ്പർ ഓഫ് മോൾസ് ഈസ് ഗിവൺ. നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് മാസ് ബൈ മോളാർ മാസ് ആണ്. Therefore molar mass is equal to mass by number of moles. മാസ് ആസിഡിന്റെ മാസ് 1.657 എന്ന് തന്നിരിക്കുന്നു. നമ്പർ ഓഫ് മോൾസ് 0.0242 എന്ന് തന്നു. സോ മോളാർ മാസ് വിച്ച് ഈസ് എക്സ് പ്ലസ് 33 ഗ്രാം ഈസ് ഈക്വൽ ടു, നമ്മൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 68.5 അറൌണ്ട് നമുക്ക് കിട്ടുന്നു. സോ എക്സ് ഈസ് ഈക്വൽ ടു 68.5 മൈനസ് 33 വിച്ച് ഈസ് ഈക്വൽ ടു 35.5. Therefore your answer will be option A. The energy of an electron moving in the nth Bohr orbit of an element is given by E is equal to minus 13.6 Z square by n square electron volt per atom. Z is the atomic number, the graph of E versus Z square keeping n constant. Appo n constant ആണെങ്കിൽ energy is equal to minus ഒരു constant into Z square എന്ന് നമുക്ക് എഴുതാം. ഞാൻ ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, it is actually നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും നമുക്ക് വരേണ്ടത്. പക്ഷെ ഇവിടെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിവിടെ ഇപ്പൊ ഹൈഡ്രജന്റെ കേസാണ് എടുക്കുന്നതെങ്കിൽ ആദ്യത്തതിന്റെ എനർജി എന്ന് പറയുന്നത് മൈനസ് 13.6 ആണ്. ഞാൻ എടുത്തിരിക്കുന്നത് ഹീലിയം ആണെങ്കിൽ എനർജി ഈസ് ഈക്വൽ ടു മൈനസ് 13.6 ഇൻറ്റു സെഡ് സ്ക്വയർ. ഹീലിയത്തിന്റെ 2 സ്ക്വയർ 4 ആണ്. അപ്പൊ ഇത് കൂടുതൽ നെഗറ്റീവായിട്ട് മാറി, മോർ നെഗറ്റീവായിട്ട് മാറി. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എനർജീസിനെ നെഗറ്റീവായിട്ടാണ് നമ്മൾ ബോർ ഇക്വേഷനിൽ, ബോർ മോഡലിൽ പരിഗണിച്ചിരിക്കുന്നത്. ഇവിടെ എനർജി പോസിറ്റീവ്, എനർജി കൂടിക്കൊണ്ടേയിരിക്കുന്നു. എനർജി ഷുഡ് ബിക്കം മോർ ആൻഡ് മോർ നെഗറ്റീവ്. സെഡ് കൂടുന്നതിനനുസരിച്ച് എനർജി കൂടുതൽ നെഗറ്റീവായിട്ട് മാറുന്നു. ഇതാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. അപ്പൊ എനർജി സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം, അതിൽ തന്നെ എനർജി മോർ, സെഡ് കൂടുന്നതിനനുസരിച്ച് മോർ ആൻഡ് മോർ നെഗറ്റീവിലേക്ക് വരുന്നത്, താഴോട്ടേക്ക് വരുന്നത് രണ്ടാമത് കൊടുത്തിരിക്കുന്ന സെക്കൻഡ് ഓപ്ഷൻ ആണ്. Therefore that is your correct answer. Okay. Determine the empirical formula of a Kevlar used in making bulletproof vest is 70.6% carbon, 4.2% hydrogen and 11.8% nitrogen and 13.4% oxygen. Empirical formula കണ്ടുപിടിക്കണം. You have carbon, hydrogen, nitrogen and oxygen. തന്നിരിക്കുന്ന പെർസെന്റേജുകളൊക്കെ നമ്മൾ അതുപോലെ ലിസ്റ്റ് ചെയ്യുന്നു. ഇനി ഇതിനെ ഇവരുടെ അറ്റോമിക് നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യണം. കാർബൺ 12, ഹൈഡ്രജൻ 1, നൈട്രജൻ 14, ഓക്സിജൻ 16. നമ്മളത് ചെയ്യുമ്പോൾ 70/12 അറൌണ്ട് 6 ആയിരിക്കും നമുക്ക് കിട്ടുക, ഓർ വിച്ച് ഈസ് 5.88. ദിസ് ഈസ് 4.2, ദിസ് ഈസ് 0.84 ആൻഡ് 13.4/16 നമ്മൾ ചെയ്യുമ്പോൾ ഇതും അറൌണ്ട് 0.84 വരും. രണ്ടും ഏകദേശം സെയിം തന്നെയാണ്. ഏറ്റവും ചെറിയ നമ്പർ വെച്ച് ത്രൂ ഔട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ശരിക്കും ഇത് കംപ്ലീറ്റ് ആക്കേണ്ട ആവശ്യമില്ല. കാരണം വൺസ് യു അണ്ടർസ്റ്റാൻഡ് നൈട്രജനും ഓക്സിജനെയും നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഒരേ വാല്യൂ എന്ന് പറഞ്ഞാൽ നൈട്രജനും ഓക്സിജനും ഒരേപോലെയുള്ളത്. അപ്പൊ തന്നെ ഓപ്ഷൻ എയും ബിയും നമുക്ക് കട്ട് ചെയ്യാം. സി ഡി തമ്മിൽ മാത്രമാണ് കോമ്പറ്റീഷൻ ഉള്ളത്. ഇനി ഇതിൽ നോക്കിയാൽ മതി. സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് കാർബണിന്റെ നമ്പർ ആയിരിക്കുമല്ലോ കൂടുതൽ, ഹൈഡ്രജന്റെ വാല്യൂ കുറവാണ്. അപ്പൊ നമ്മൾ ഇത് കൺസിഡർ ചെയ്യാൽ മൂന്നാമത്തതിൽ ഹൈഡ്രജൻ കൂടുതലാണ്, നാലാമത്തതിൽ ഹൈഡ്രജൻ കുറവാണ്. Therefore your answer should be D. അല്ലാതെ നമ്മൾ ഇത് സോൾവ് ചെയ്ത് അതിലേക്ക് എത്തിക്കേണ്ട ആവശ്യമില്ല. സോൾവ് ചെയ്താലും you will understand the answer is D. The hydrogen spectrum shows Heisenberg's uncertainty principle ആണോ? No. Diffraction, polarization? No. They are showing presence of quantized energy level. അങ്ങനെയാണ് certain എനർജിയിൽ നിന്ന് താഴേക്ക് വരുന്നതിനനുസരിച്ച് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നത്. If lambda 0 and lambda be the threshold wavelength and the wavelength of the incident light, the speed of photoelectrons ejected from the metal surface is. So we know that normally നമ്മൾ കൺസിഡർ ചെയ്താൽ ഒരു മെറ്റൽ ഉണ്ട്, അതിലേക്ക് ഇലക്ട്രോണുകൾ ഫോട്ടോൺസ് വരുന്നു, ഇലക്ട്രോൺസ് തെറിച്ചു പോകുന്നു. അപ്പോൾ ഒരു ലൈറ്റ് കൊടുക്കുമ്പോൾ ഇലക്ട്രോൺസിന്റെ എമിഷൻ ആണ് സംഭവിച്ചിരിക്കുന്നത്. സോ എനർജി ഓഫ് ദി ഇൻസിഡന്റ് റേഡിയേഷൻ ഷുഡ് ബി ഈക്വൽ ടു ദർ ത്രെഷോൾഡ് എനർജി ഓർ വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് കൈനറ്റിക് എനർജി is half mv square. Therefore half mv square is equal to ഇൻസിഡന്റ് എനർജി മൈനസ് ത്രെഷോൾഡ് എനർജി വിച്ച് ഈസ് ഈക്വൽ ടു, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇൻസിഡന്റ് എനർജിയെ hc/λ എന്നും ദിസ് ഈസ് hc/λ0 എന്നും എഴുതാം. Therefore v square is equal to ഹാഫില് 2 അവിടെ പോകും, 2/m hc
into 1 by lambda minus 1 by lambda 0. So that is your answer. Or V is equal to square root of 2hc by m. It is lambda 0 minus lambda by lambda, lambda 0. So your answer will be option C. Which statement is false for the balanced equation given below? CS2 plus 3O2 giving 2SO2 plus carbon dioxide. This is your question. 1 mole of CS2 will produce 1 mole of carbon dioxide. Is it correct? That is true. False ആണ് കണ്ടുപിടിക്കേണ്ടത്. 1 mole carbon disulfide 1 mole carbon dioxide തരുന്നു എന്നുള്ളത് ശരിയാണ്. The reaction of 16 gram of oxygen produces 7.33 gram of carbon dioxide. ശരിയാണോ നോക്കണം. അപ്പോൾ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും തമ്മിലുള്ള റിലേഷൻ ആണ്. ചോദ്യത്തിൽ നിന്ന് മനസ്സിലായി നമുക്ക് 3 ഓക്സിജൻ ആണ് ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ തന്നിരിക്കുന്നത്. 3 ഓക്സിജൻ ആണ് ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ തന്നിരിക്കുന്നത്. അപ്പൊ 3 ഓക്സിജൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മാസ് 3 into 32 or it is 6 into 16 gram ആണ് 44 gram കാർബൺ ഡൈ ഓക്സൈഡിനെ തരുന്നത്. എങ്കിൽ 16 gram ഓക്സിജൻ തരുന്നത് 44/6 gram കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, which is equal to 7.33. So that is true. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കാണ്. The reaction of 1 mole of oxygen will produce 2/3 mole of SO2. അത് ശരിയാണോ നോക്കണം. ഓക്സിജനും SO2 തമ്മിലുള്ള റിലേഷൻ ആണ്. നമുക്ക് ഇവിടുന്ന് മനസ്സിലായിരിക്കുന്നത് 3 mole ഓക്സിജൻ ആണ് 2 mole SO2നെ തരുന്നത്. അതുകൊണ്ട് 1 mole ഓക്സിജൻ 2/3 mole SO2 തരും. ദാറ്റ് ഈസ് ട്രൂ. അതുകൊണ്ട് തെറ്റായിരിക്കുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കണം. 6 molecules of oxygen requires 3 molecules of carbon disulfide CS2. ഓക്സിജനെ നോക്കിയാൽ 3 mole ഓക്സിജൻ ആണ് 3 mole ഓക്സിജൻ ആണ് 1 mole CS2നെ ആവശ്യമുള്ളത്. അതുകൊണ്ട് 6 ആണെങ്കിൽ 6 molecules ആണെങ്കിൽ 3 അല്ല 2 CS2 ആയിരിക്കും ഉണ്ടാവുക. സോ therefore this answer will be wrong. Electromagnetic radiation having lambda is equal to 310 angstrom is subjected to a metal sheet having a work function 12.8 electron volt. What will be the velocity of photoelectrons having maximum kinetic energy? So you have to calculate the velocity of the photoelectron. നേരത്തെ നമ്മൾ ഇതിന് സിമിലർ ആയിരിക്കുന്ന ഒരു ചോദ്യം കണ്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് ലാംഡ തന്നിരിക്കുന്നു. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി ആണ്. സോ ബിഫോർ ദാറ്റ് യു ഷുഡ് നോ ദാറ്റ് ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു ത്രെഷോൾഡ് എനർജി പ്ലസ് കൈനറ്റിക് എനർജി. അപ്പൊ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇൻസിഡന്റ് എനർജിയിൽ നിന്ന് ത്രെഷോൾഡ് എനർജി നമ്മൾ മൈനസ് ചെയ്യേണ്ടതുണ്ട്. വാട്ട് ഈസ് ഇൻസിഡന്റ് എനർജി? ഈ ലാംഡയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇലക്ട്രോൺ വോൾട്ടിൽ ഓൾറെഡി ത്രെഷോൾഡ് എനർജി ഓർ വർക്ക് ഫംഗ്ഷൻ 12.8 ഇലക്ട്രോൺ വോൾട്ടിൽ തന്നതുകൊണ്ട് ഇൻസിഡന്റ് എനർജിയും നമുക്ക് ഇലക്ട്രോൺ വോൾട്ടിൽ കണ്ടുപിടിക്കാം. അതിന് hc/λ ആണ്. ഓർ നമുക്ക് 1240 ലാംഡ ഇൻ നാനോമീറ്റേഴ്സ് എഴുതിയാൽ അത്രയും ഇലക്ട്രോൺ വോൾട്ട് ഡയറക്റ്റ് കിട്ടും. സോ ദിസ് ഈസ് ഈക്വൽ ടു 1240 ലാംഡ 310 ആങ്സ്ട്രം അഥവാ 31 നാനോമീറ്റർ ആണ്. നമ്മൾ ഇത്രയും സോൾവ് ചെയ്യുമ്പോഴേക്ക് 40 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടിയിരിക്കുന്നു. Therefore, kinetic energy is equal to 40 electron volt minus 12.8 electron volt, which is equal to 27.2 electron volt ആണ് kinetic energy. നമുക്കിതിനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യാം. 27.2 into 1.6 into 10 raised to minus 19 ജൂൾ ആണ് kinetic energy. അത് half mv² ആണ്. Therefore, v² is equal to 2 into 27.2 into 1.6 into 10 raised to minus 19 joule divided by mass of electron, which is 9.1 into 10 raised to minus 31. ഇത് നമ്മൾ സോൾവ് ചെയ്യുന്നു. മേ ബി നമുക്ക് ഇതിനെ 10 ആയിട്ട് അസ്യൂം ചെയ്യാം. സോ 10 raised to minus 30 ആവുന്നു. അപ്പോൾ ഇത് 19 ആണ്. 20 ആയിട്ട് എടുത്താൽ സോ 10 raised to 11 നമുക്ക് അവിടെ ഉണ്ടാകും. And now you solve it so that you will be getting this is equal to 9.6 into 10 raised to 12. അതുകൊണ്ട് വി എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി സ്ക്വയർ റൂട്ട്. വി എടുക്കുന്ന സമയത്ത് 3 point something into 10 raised to 6 meter per second ആയിരിക്കും. The answer will be option C. Ready? So that is your answer. Okay? 44ന്റെ ആൻസർ നമുക്ക് കിട്ടി. The orbital angular momentum of 3p electrons ആണ് ചോദ്യം. Orbital angular momentum is given by the equation L into L plus 1 h by 2 pi. Where L 3p ആണ്, S നാണ് L 0, p ക്ക് L 1 ആണ്. Therefore orbital angular momentum is equal to 1 into 1 plus 2 h by 2 pi.
So which is equal to root 2h by 2 pi. Therefore your answer will be D. How many moles of P4 can be produced by the reaction of 0.10 moles of CF5PO4 thrice F, 0.36 moles of SiO2 and 0.90 moles of carbon according to the following equation? നമുക്ക് ഇക്വേഷനിൽ തന്നിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്? SiO2 ആൻഡ് കാർബൺ എന്ന് പറഞ്ഞാൽ റിയാക്ടന്റുകളുടെ ഒക്കെ അളവ് തന്നിട്ട് എത്രയാണ് നമുക്ക് പ്രോഡക്റ്റ് ഉണ്ടായിരിക്കുന്നത്, ഫോസ്ഫറസ് എത്ര ഉണ്ടായി എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അതിന് നമ്മൾ ആദ്യം ലിമിറ്റിംഗ് റിയേജന്റിനെ കണ്ടുപിടിക്കണം. ലിമിറ്റിംഗ് റിയേജന്റിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള എളുപ്പവഴി ചെക്ക് ലിമിറ്റിംഗ് റിയേജന്റ്. എളുപ്പവഴി തന്നിരിക്കുന്ന ഡാറ്റയെ ബാലൻസ്ഡ് ഇക്വേഷനിലുള്ള ഡാറ്റ വെച്ച് ഡിവൈഡ് ചെയ്യണം. ആദ്യത്തെ ആള് കാൽഷ്യം ഫോസ്ഫേറ്റ് CF5PO4 ത്രൈസ് ഫ്ലൂറൈഡ് എടുത്താൽ നമുക്ക് തന്നിരിക്കുന്നത് 0.10 മോൾ ആണ് പ്രസന്റ് ആയിരിക്കുന്നത്. ബൈ ഇതിലുള്ള വാല്യൂ 4 ആണ്. രണ്ടാമത്തെ ആളെ നോക്കിയ SiO2ന്റെ ഡാറ്റ തന്നിരിക്കുന്നത് 0.36 മോൾ ആണ്. ബൈ ഇതിൽ 18 ആണുള്ളത് നമ്മുടെ കയ്യിൽ. കാർബണിന്റെ ഡാറ്റ തന്നിരിക്കുന്നത് 0.90 ബൈ ഇവിടെ നമുക്കുള്ളത് 30 ആണ്. അപ്പൊ നമ്മൾ ഇത് കൺസിഡർ ചെയ്താൽ ഇതിൽ ഏറ്റവും ചെറിയ വാല്യൂ ഓർ ദിസ് ഈസ് ഇതിൽ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണ്? രണ്ടാമത് കൊടുത്തിരിക്കുന്നതാണ് ഏറ്റവും ചെറിയ വാല്യൂ. ശരിയല്ലേ? കാരണം ഇത് നമുക്ക് 0.03 എന്ന് കിട്ടും. ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് 0.02 എന്ന് കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു 0.025 എന്ന് കിട്ടും. അപ്പൊ ഏറ്റവും ചെറിയ വാല്യൂ രണ്ടാമത്തെ ആളാണ് ഏറ്റവും ചെറിയ വാല്യൂ. അതാണ് ലിമിറ്റിംഗ് റിയേജന്റ്. SiO2 ഈസ് ലിമിറ്റിംഗ് റിയേജന്റ്. ഇനി നമുക്ക് SiO2 നോക്കി എത്ര ഫോസ്ഫറസ് ഉണ്ടായി എന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിൽ നിങ്ങൾ നോക്കിയേ 18 SiO2 നമുക്ക് തരുന്നത് 3 P4നെയാണ്. എങ്കിൽ ഒരു SiO2 നമുക്ക് തരുന്നത് 3/18 ഫോസ്ഫറസിനെയാണ്. നമ്മുടെ കയ്യിൽ 0.36 മോൾ SiO2 ഉണ്ടെങ്കിൽ അത് 3/18 ഇൻറ്റു 0.36 മോൾ ഫോസ്ഫറസിനെ ആയിരിക്കും നമുക്ക് തരുന്നത്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 0.06 മോൾ ഫോസ്ഫറസ്. അപ്പൊ ലിമിറ്റിംഗ് റിയേജന്റിനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ചോദ്യം നമുക്ക് എളുപ്പത്തിൽ പറയാം. ആസ്പിരിൻ has the formula C9H8O4. How many atoms of oxygen are there in a tablet weighing 360 milligram? എന്റെ കയ്യിലുള്ള ടാബ്ലറ്റിന് 360 milligram ആണ് weight. Let us see what is the number of moles of aspirin present in the tablet. So it is mass, milliയെ നമ്മൾ കൺവേർട്ട് ചെയ്തു by molar mass. C9H8O4ന്റെ മോളാർ മാസ് ചെയ്യണം. മോളാർ മാസ് ചെയ്യുമ്പോൾ യു അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് 180 gram. സോ 360/180 നമ്മൾ ചെയ്യുന്നു. ദിസ് ഈസ് 2 × 10⁻³ മോൾ. ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ളത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൗ മെനി ആറ്റംസ് ഓഫ് ഓക്സിജൻസ് ആർ ദേർ. ഒരു ആസ്പിരിനിൽ തന്നെ 4 ഓക്സിജൻ ഉണ്ട്. അതുകൊണ്ട് നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് നോക്കിക്കഴിഞ്ഞാൽ 4 × 2. സോ ദാറ്റ് ഈസ് 8 × 10⁻³ മോൾ. ഞാൻ ഇതിന്റെ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്യണം, വിച്ച് ഈസ് 6 × 10⁻23. റെഡി? അപ്പൊ ഇതാണ് നമുക്ക് 48 × 10⁻20 or that is 4.8 × 10⁻21 atoms. Therefore your answer will be option D. The mass of particle is 10⁻⁻10 gram. പാർട്ടിക്കിളിന്റെ മാസ് നമുക്ക് തന്നിരിക്കുന്നു. ഒരാളുടെ മാസ് 10⁻⁻10 gram ആണ് or 10⁻⁻13 kilogram. And its radius is 2 × 10⁻⁻4 centimeter. സെന്റിയെ കൂടി ഞാൻ മാറ്റിയാൽ എനിക്കത് 2 × 10⁻⁻8 മീറ്റർ എന്ന് കിട്ടും. ഇറ്റ്സ് വെലോസിറ്റി ഈസ് 10⁻⁻6 സെന്റിമീറ്റർ ആണ് or it is 10⁻⁻8 centimeter per second with 0.0001% uncertainty. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, അൺസർട്ടനിറ്റി ഇൻ മെഷർമെന്റ്, ദെർഫോർ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ആണ് ചോദ്യം. അപ്പൊ ഡെൽറ്റ വി നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ഇറ്റ് ഈസ് 10⁻⁻8 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു അതിന്റെ അൺസർട്ടനിറ്റി എത്രയാണ്? 1, 2, 3, 4 10⁻⁻4%. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതാണ് നമ്മൾ ചെയ്തത്. ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ. നൗ ദിസ് ഈസ് ഈക്വൽ ടു 10⁻⁻14 മീറ്റർ പെർ സെക്കൻഡ്. ഡെൽറ്റ വി നമുക്ക് കിട്ടി. സോ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ഡെൽറ്റ എക്സ് ആണ്, വിച്ച് ഈസ് h/4πm × ഡെൽറ്റ വി.
എച്ച് ബൈ 4 പൈ എന്നുള്ളത് 0.528 into 10⁻⁻34 ആണ്. ഡിവൈഡഡ് ബൈ എം, മാസ് ഈസ് 10⁻⁻13 കിലോഗ്രാം ഇൻറ്റു 10⁻⁻14 ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് എത്ര കിട്ടും? 14 ഇതിൽ പോയി 10⁻⁻20 ആണ് ബാക്കിയുള്ളത്. 13 ഉണ്ട്. സോ 10⁻⁻7 നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ടാവും, which is equal to 5.2 into 10⁻⁸ meter. So your answer will be option A. ഞാനിവിടെ h by 4 പൈയുടെ വാല്യൂ 6.626 into 10⁻⁻34 by 4 പൈയെ ഞാൻ ഡയറക്റ്റ് 0.528 into 10⁻⁻34 ആയിട്ട് എടുത്തിരിക്കുന്നു. എപ്പോഴും കാൽക്കുലേഷന് നമ്മളെ ഹെൽപ്പ് ചെയ്യും h by 4 പൈയുടെ വാല്യൂ ഇങ്ങനെ ഓർമ്മിച്ചു വെക്കുന്നത്. Suppose two elements x and y combine to form two compounds xy2 and x2y3. 0.05 mole എന്ന് പറഞ്ഞാൽ 5 into 10⁻⁻2 mole of xy2 weighs 5 gram. എന്ന് പറഞ്ഞാൽ ഒരു മോൾ xy2 എത്ര മാസ് ഉണ്ടാവും? So that is 5 by 5 into 10⁻⁻2 gram, which is equal to 100 gram. അപ്പോൾ ഒരു മോൾ xy2 എന്ന് പറയുന്നത് എക്സിന്റെയും 2 വൈയുടെയും മാസ് ആഡ് ചെയ്താൽ 100 gram ആണ് നമുക്ക് കിട്ടുന്നത്. While 3.011 into 10⁻23 molecules of x2y3 weighs 85 gram. അപ്പൊ എനിക്ക് പാർട്ടിക്കിൾസ് തരുമ്പോൾ 3 into 10⁻23 എന്ന് പറയുന്നത് ഹാഫ് മോൾ ആണ്. ഹാഫ് മോൾ x2y3യുടെ മാസ് ആണ് 85. എങ്കിൽ ഒരു മോളിന്റെ മാസ് എത്രയാ? 170. ഒരു മോൾ എന്ന് ഉദ്ദേശിക്കുന്നത് 2x-ഉം 3y-യും കൂടി ചേർന്നാൽ 170. സോ ദാറ്റ് ഈസ് യുവർ ഇക്വേഷൻ. അറ്റോമിക് മാസസ് ഓഫ് എക്സും വൈ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഞാനൊരു കാര്യം ചെയ്യാം. ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷനെ ത്രൂ ഔട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇറ്റ് ഈസ് 2x plus 4y is equal to 200. അപ്പോൾ ഇക്വേഷൻ 1 ഇക്വേഷൻ 2 ഞാൻ കൊടുത്തു. ഇക്വേഷൻ 2 - 1 ചെയ്യാം. 2x-ഉം 2x-ഉം പോയി y is equal to 30 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ x എത്രയാ? y 30 ആണ്. x എത്രയാ? 2y എന്നുള്ളത് അപ്പോൾ 60 ആണ്. സോ x is equal to 40. അപ്പോൾ x 40, y 30. Your answer will be option C. Be3 plus and a proton are accelerated by the same potential. The de Broglie wavelengths have the ratio. de Broglie wavelengthന്റെ റേഷ്യോ ആണ് നമ്മൾ ഇതിൽ പറയേണ്ടത്. ലാംഡ ഈസ് ഈക്വൽ ടു h by mv ആണ്. പൊട്ടൻഷ്യൽ തന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് √2mq into v. അപ്പൊ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് ബെറിലിയം 3+ന്റെയും അതേപോലെ പ്രോട്ടോണിന്റെയും ലാംഡകളെയാണ്. സോ ലാംഡ Be3+ ബൈ ലാംഡ h+ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൽ h എന്തായാലും എല്ലാത്തിലും കോൺസ്റ്റന്റ് ആണ് നമുക്കറിയാം. സെയിം പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞതുകൊണ്ട് വിയും കോൺസ്റ്റന്റ് ആണ്, 2ഉം സെയിം ആണ്. അപ്പൊ ലാംഡ ഡിസൈഡ് ചെയ്യുന്നത് റൂട്ട് ഓഫ് മാസ് ഇൻറ്റു ചാർജിനെ ആയിരിക്കും ലാംഡ ആക്ച്വലി ഡിപ്പെൻഡ് ചെയ്യുക. അപ്പൊ ബെറിലിയത്തിന്റെ കേസിൽ നമ്മൾ ചെയ്യേണ്ടത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആണ്. സോ ദിസ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് മാസ് ഓഫ് പ്രോട്ടോൺ ഇൻറ്റു ചാർജ് ഓഫ് പ്രോട്ടോൺ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ബെറിലിയം ഇൻറ്റു ചാർജ് ഓഫ് ബെറിലിയം ആണ് നമ്മൾ ചെയ്യേണ്ടത്. മാസ് ഓഫ് പ്രോട്ടോണിനെ ഞാൻ മാസ് ഓഫ് പ്രോട്ടോൺ ഒരു പ്രോട്ടോൺ ആണ്, പി എന്ന് വിളിക്കാം. മാസ് ഓഫ് പ്രോട്ടോൺ MP എന്ന് എഴുതാം. മാസ് ഓഫ് പ്രോട്ടോൺ ഇൻറ്റു പ്രോട്ടോണിന്റെ ചാർജിനെ ഞാൻ പി എന്ന് വിളിക്കാം. അത് ഇലക്ട്രോൺസിന്റെ തന്നെ ചാർജാണ്. ഒന്നുകിൽ പി എന്നോ അല്ലെങ്കിൽ എന്നോ എഴുതാം. കാരണം ചാർജ് സെയിം ആണ്, സൈന് മാത്രമേ മാറ്റുള്ളൂ. ബൈ ബെറിലിയത്തിന്റെ മാസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബെറിലിയത്തിന്റെ അറ്റോമിക് മാസ് 9 ആണ്. എന്ന് പറഞ്ഞാൽ 9 പ്രോട്ടോണിന്റെ H+ന്റെ മാസ് 1 ആണെങ്കിൽ ബെറിലിയത്തിൻ്റെത് 9 ആണ്. അതിന്റെ 9 ടൈംസ് ആണ്. ഇൻറ്റു ബെറിലിയത്തിന്റെ ചാർജ് എടുക്കുമ്പോൾ അവിടെ നമുക്ക് 3 ചാർജ് കാണുന്നുണ്ട് അല്ലേ? ബെറിലിയം 3+ല് 3 പോസിറ്റീവ് ചാർജ് കാണുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായിരിക്കുന്നത് ദിസ് ഈസ് √27. ഇതാണ് നമുക്ക് ആക്ച്വലി കിട്ടിയിരിക്കുന്ന കേസ്. സോ 1/√27 ആണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് 1/3√3 എന്ന് നമുക്കറിയാം. സോ ദിസ് ഈസ് 1:3√3 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. സെക്ഷൻ ബിയിലുള്ള ആദ്യത്തെ ചോദ്യം, ദി മാസ് ഓഫ് N2F4 produced by the reaction of 2 gram of NH3 and 80 gram of fluorine is 3.56 gram. What is the percentage yield? ഇതാണ് ചോദ്യം. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നോർമലി നമുക്കറിയാം 2 മോൾ NH3ക്ക് എനിക്ക് ആദ്യം ഇതിന്റെ ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിക്കണം. അപ്പൊ ലിമിറ്റിംഗ് റിയേജന്റ് നമ്മൾ നോക്കുമ്പോൾ തന്നിരിക്കുന്ന മാസ് നമുക്ക് തന്നിരിക്കുന്നത് 2 gram ആണ്.
ബൈ ബാലൻസ്ഡ് ഇക്വേഷനിലുള്ള മാസ് എത്രയാ? 2 into NH3. 2 into NH3യുടെ മാസ് 17. അപ്പൊ എനിക്കിത് 1/17 എന്നാണ് കിട്ടുക. അതുപോലെ ഫ്ലൂറിന്റെ ഡാറ്റ തന്നിട്ടുണ്ട്. 80 gram ഫ്ലൂറിനാണ് ഉള്ളത്. സോ തന്നിരിക്കുന്ന മാസ് ബൈ ഫ്ലൂറിന്റെ അറ്റോമിക മാസ് 19 ആണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കേ, 5 F2 എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ടോട്ടല് 10 ഫ്ലൂറിൻ വന്നു. സോ ദാറ്റ് ഈസ് 190. അപ്പൊ എനിക്ക് കിട്ടുന്നത് 8/19 എന്നാണ് എനിക്ക് കിട്ടുന്നത്. 8/19 നമ്മൾ എടുക്കുന്നു. സോ ഇതിൽ ചെറുതെന്ന് പറയുന്നത് ലിമിറ്റിംഗ് റിയേജന്റ് എപ്പോഴും ചെറിയ ആളാണ്, അത് NH3 ആണ്. സോ യു ആർ അണ്ടർസ്റ്റാൻഡിങ് NH3 ഈസ് ലിമിറ്റിംഗ് റിയേജന്റ്. അതുകൊണ്ട് NH3 തരുന്ന N2F4ന്റെ അളവാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത്. 2 NH3 ആണ്, ഒരു N2F4 തരുന്നത്. 2 NH3 എന്ന് പറഞ്ഞാൽ ഒരു NH3 17 gram ആണ്, 34 gram NH3 ആണ് N2F4 തരുന്നത്. N2F4ന്റെ മാസ് എത്രയാ? 2 നൈട്രജൻ 28 പ്ലസ് 4 ഫ്ലൂറിൻ ആണ്. 4 into 19 ആണ് ചെയ്യേണ്ടത്. സോ ദാറ്റ് ഈസ് ഈക്വൽ 104 gram N2F4. എങ്കിൽ 2 gram NH3 നമുക്ക് തരേണ്ടത് 104/34 into 2 ആണ്. റെഡി? ഇതാണ് നമ്മൾ ആക്ച്വലി ഇനി സോൾവ് ചെയ്യേണ്ടത്, വിച്ച് ഈസ് 6.12 gram ഓഫ് N2F4. അപ്പൊ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 2 ഗ്രാമിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഫ്ലൂറിന് കിട്ടി. പക്ഷെ ആക്ച്വൽ എമൗണ്ട് 3.56 മാത്രമാണ്. ദോർഫോർ പെർസെന്റേജ് ഈൽഡ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്ത ഈൽഡ് അല്ല. കാൽക്കുലേറ്റഡ് ആയിട്ട് നമുക്കൊരു ഈൽഡ് കിട്ടി, പക്ഷെ അതിൽ എത്ര ആക്ച്വൽ ഈൽഡ് വന്നു എന്നുള്ളത് നോക്കണം. ഇൻറ്റു 100. ആക്ച്വൽ ഈൽഡ് ക്വസ്റ്റ്യനിൽ 3.56 ആണ് തന്നു. കാൽക്കുലേറ്റഡ് നമ്മൾ 6.12 ആണെന്ന് എഴുതി. ഇൻറ്റു 100 ആണ്, വിച്ച് ഈസ് 58.16. അതുകൊണ്ട് 58 എന്ന നമ്പർ ആയിരിക്കണം നമ്മൾ റൗണ്ട് ഓഫ് ചെയ്ത് എഴുതേണ്ടത്. ചോദ്യം: ദി നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ഫ്രം ദി ഫോളോയിങ് ഹാവിംഗ് 5 റേഡിയൽ നോഡ്സ്. റേഡിയൽ നോഡ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം, n-l-1 ആണ്. റേഡിയൽ നോഡ്സ് 5 കിട്ടണമെങ്കിൽ n-l എന്ന് പറയുന്നത് 6 ആയിരിക്കണം. n-l 6 ആവണമെങ്കിൽ ഒരു ഐഡിയ ആലോചിച്ചോക്കെ. 6 മൈനസ് 0 6 ആണ് എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി n6ഉം l0യും വരുന്നത് s അല്ലേ? l0 എന്ന് പറഞ്ഞാൽ അത് s ഓർബിറ്റലാണ്. അപ്പൊ 6s ഓർബിറ്റൽ പോസിബിൾ ആണ്. അല്ലെങ്കിൽ 7 - 1 എന്ന് വരണം, അപ്പോഴും 6 ആ വരിക, അതായത് 7p ഓർബിറ്റൽ. or 8 - 2 എന്ന് പറയുന്നത് 6 ആ, എട്ടാമത്തതിലുള്ള d ഓർബിറ്റൽ. 9 - 3 എന്ന് പറയുന്നത് 6 ആണ് എന്ന് പറഞ്ഞാൽ 9ാമത്തതിലുള്ള f. അപ്പൊ ഇത്രയും ആൾക്കാരെയാണ് നമുക്ക് ആക്ച്വലി പോസിബിൾ. 10 ആണെങ്കിൽ 4 മൈനസ് ചെയ്യണം. പക്ഷെ അത് നമുക്ക് ഇല്ലല്ലോ, നമ്മൾ SPDFനെ മാത്രമല്ലേ പരിഗണിക്കുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് 6s വരും, 7p വരും, 8d വരും, 9f വരും. ബാക്കിയുള്ളവർ വരില്ല. n-l 6 ആകുന്ന 4 പേരാണ് നമ്മുടെ കയ്യിലുള്ളത്. Therefore your answer will be 4. The hydrated salt N2CO3 XH2O undergoes 63% loss in mass on heating and becomes anhydrous. എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് മുഴുവനായിട്ടും അത് പുറത്തേക്ക് വിട്ടു. 63% ആണ് നമുക്ക് നഷ്ടം ഉണ്ടായത്. 63% നഷ്ടമാണ് നമുക്ക് ഉണ്ടായത്. അപ്പൊ ശരിക്കും ആലോചിച്ച് നോക്കിയേ, വെള്ളത്തിന്റെ മാസ് എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന Na2CO3 XH2Oയുടെ 63% ആണ്. Is that correct? അപ്പോ H2O മാസ് 18 ആണ്. Therefore 18x is equal to 63/100 into 2 Na2CO3 നമ്മൾ ചെയ്യുമ്പോൾ 106 കിട്ടുക. സോ ദാറ്റ് ഈസ് 106 പ്ലസ് 18x. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. Is this clear? അപ്പൊ ഇത് നമ്മൾ സോൾവ് ചെയ്യുന്നു, എക്സ് കണ്ടുപിടിക്കുന്നു. യു വിൽ ഗെറ്റ് x is equal to 10. So therefore your answer will be 10. ഇവിടെ നമുക്ക് 10 കിട്ടും. The maximum of 4d electrons having spin quantum number s is equal to -12. 4d ഇലക്ട്രോൺ, d നമുക്കറിയാം 5d ഓർബിറ്റൽസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. സോ ഇതാണ് 4d. അതിൽ -12 എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് സ്പിന്നിൽ നമുക്ക് എത്ര എണ്ണം പോസിബിൾ ആണ്? 5 ഇലക്ട്രോൺസ് പോസിബിൾ ആണ്. സോ യുവർ ആൻസർ ഷുഡ് ബി 5. ടോട്ടൽ ഡിയിൽ 10 ഇലക്ട്രോൺസ് പോസിബിൾ ആണ്. അതിൽ 5 എണ്ണം ക്ലോക്ക് വൈസും 5 എണ്ണം ആന്റി ക്ലോക്ക് വൈസും ആണ്. യുവർ ആൻസർ ഈസ് 5. 9 moles of D
and 14 moles of E are allowed to react in a closed vessel according to this given reaction. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന റിയാക്ഷനിൽ 3Dയും 4Eയും കൂടിയാണ് റിയാക്ട് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഇതിന്റെ ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിക്കണം. ചെക്ക് ലിമിറ്റിംഗ് റിയേജന്റ് ഇൻ ദ ഫസ്റ്റ് ഇക്വേഷൻ. അപ്പൊ എനിക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് 9 മോൾ ഡി ആണ്. ഡിവൈഡഡ് ബൈ ഇക്വേഷനിൽ 3 മോളാണ് ഉള്ളത്. 14 മോൾ ഇ തന്നിരിക്കുന്നു. ബാലൻസ്ഡ് ഇക്വേഷനിൽ അത് 4 ആണ്. അപ്പൊ 9/3 3ഉം 4 12 3 പോയിന്റ് സംതിങ് വരും. അപ്പൊ എനിക്ക് മനസ്സിലായി ദിസ് ഈസ് ലിമിറ്റിംഗ് റിയേജന്റ്. ഡി വെച്ചിട്ടാണ് ഞാൻ ഇത് മുന്നോട്ട് പോവേണ്ടത്. റെഡി. അപ്പൊ ഇവിടെ 80% എഫിഷ്യൻസി ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഇതെന്തായാലും നമുക്ക് മനസ്സിലായി. ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അപ്പൊ ആദ്യം ഞാൻ ഇതിൽ സി എത്രയുണ്ട് എന്ന് കണ്ടുപിടിക്കണം. കാരണം സിയിൽ നിന്നാണ് നമുക്ക് ബി ഉണ്ടായത് അല്ലേ. അതിനാദ്യം നമുക്ക് 3Dയിൽ നിന്ന് എത്ര സി കിട്ടിയെന്ന് കണ്ടുപിടിക്കാൻ പറ്റണം. 3D എടുക്കുമ്പോൾ 5C ആണ് കിട്ടേണ്ടത്. പക്ഷേ 80% എഫിഷ്യൻസി ആയതുകൊണ്ട് അതിന്റെ 80% മാത്രമേ ഫൈനലായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അഥവാ എൻ്റെ കയ്യിലിരിക്കുന്നത് 1D ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന സി 5 × 80/100/3 ആണ്. നമ്മുടെ ചോദ്യത്തിൽ 9 മോൾ ഡി എടുത്തത് കൊണ്ട് ഇൻറ്റു 9. അപ്പൊ അത് ചെയ്താൽ 8 40 4 12 12 മോൾ സി ആണ് നമുക്ക് കിട്ടുന്നത്. ശരിയല്ലേ? സിയുടെ നമ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 12 മോൾ സി. ആക്ച്വൽ നമ്പർ ഓഫ് മോൾസ് ആണ് എടുത്തിരിക്കുന്നത്. അതിന് പെർസെൻറ്റേജ് നിർബന്ധമായിട്ടും കണ്ടുപിടിക്കണം. ഇനി ചോദ്യത്തിൽ എത്ര ബി ഉണ്ട് എന്നാ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ബിക്ക് നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ പരിഗണിക്കണം. നിലവിൽ എന്റെ കയ്യിലിരിക്കുന്ന സി എത്രയാ? 12 മോൾ സി ആണ് നമ്മുടെ കയ്യിലുള്ളത്. ആൻഡ് 4 മോൾസ് ഓഫ് ജി ആർ പ്രസന്റ് എന്നിന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വീണ്ടും നമുക്ക് രണ്ടാമത്തെ ഇക്വേഷന്റെ ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടുപേരുടെ ഡാറ്റ തന്നാൽ ലിമിറ്റിംഗ് റിയേജന്റ് ആണ് ഡിസൈഡ് ചെയ്യുക. അപ്പൊ ഞാൻ തന്നിരിക്കുന്ന ഡാറ്റ 12 മോൾ സി ആണ്. ബൈ ഇക്വേഷനിൽ 3 ആണ് ഉള്ളത്. 4 മോൾ ജി ആണ് നമ്മുടെ കയ്യിലുള്ളത് ബൈ 5. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നു വാട്ട് ഈസ് യുവർ ലിമിറ്റിംഗ് റിയേജന്റ്. ലിമിറ്റിംഗ് റിയേജന്റ് ആയി വന്നിരിക്കുന്നത് ജി ആണ്. അതുകൊണ്ട് ജിയുടെ അടിസ്ഥാനത്തിലായിരിക്കും പ്രോഡക്റ്റ് തീരുമാനിക്കുക. 5G 6B തരുന്നു അല്ലേ. അപ്പൊ 1G നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 6/5B ആണ് കിട്ടേണ്ടത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, 50% മാത്രമേ ഇതിന് എഫിഷ്യൻസി ഉള്ളൂ. അപ്പൊ ഫൈനലി അതിന്റെ 50% പുറത്തേക്ക് കിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നതിൽ 4 മോൾ ജി ഉണ്ടെങ്കിൽ 6/5 × 50/100 × 4 ഇതാണ് നമുക്ക് കിട്ടേണ്ട ഫൈനൽ ആൻസർ. അപ്പൊ ഇത് നമ്മൾ മാറ്റി 5 പോയി 24. നമുക്ക് കിട്ടുന്നത് 2.4. ആൻസർ 2.4 ആണ്. റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 2 എന്ന് എഴുതണം. കാരണം 0.4 നമുക്ക് നെഗ്ലക്ട് ചെയ്യാം, 5 താഴെ ആയതുകൊണ്ട്. സോ യുവർ ആൻസർ ഹിയർ വിൽ ബി 2. The wavelength of an electron and a neutron will become equal. Wavelength of an electron and a neutron will become equal when the velocity of electron is x × 10⁻² times the velocity of neutron. What is the value of x? ഇതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ലാംഡ എന്ന് പറഞ്ഞാൽ ലാംഡ ഇ എന്ന് പറയുന്നത് h/me മാസ് ഓഫ് ഇലക്ട്രോൺ ഇൻറ്റു വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ആണ്. ഡിവൈഡഡ് ബൈ h/ മാസ് ഓഫ് ന്യൂട്രോൺ ഇൻറ്റു വെലോസിറ്റി ഓഫ് ന്യൂട്രോൺ ആണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി MEVE is equal to MNVN. So this is ME. VE ക്ക് പകരം നമുക്ക് ഇത് ഇട്ട് കൊടുത്തൂടെ? x × 10⁻² VN is equal to MNVN. VN ക്യാൻസൽ ആയി. So you understand ME × x × 10⁻² is equal to MN. ഇതാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനിയിപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. മാസ് ഓഫ് ന്യൂട്രോൺ ബൈ മാസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻറ്റു 10⁻². ന്യൂട്രോണിന്റെ മാസ് നമ്മൾ 1.6 × 10⁻27 കിലോഗ്രാം ആണ്. ഇലക്ട്രോണിൻ്റെത് 9.1 × 10⁻31 കിലോഗ്രാം ആണ്. നമ്മൾ ഇത് സോൾവ് ചെയ്യുന്നു. അപ്പൊ എക്സ് നമുക്ക് കിട്ടുന്നത് 17.58 ആണ്. 17.5 ആയതുകൊണ്ട് തന്നെ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 18 എന്ന ആൻസർ ആയിരിക്കണം നമ്മൾ എഴുതേണ്ടത്. ഹെൻസ് യുവർ ആൻസർ വിൽ ബി 18.
അപ്പൊ ഇവിടെ എപ്പോഴും ഫൈനൽ ആൻസർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം. Caffeine has a molecular mass of 194 if it contains 28.9% by mass of nitrogen. What is the number of atoms of nitrogen in one molecule of caffeine? അപ്പൊ പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ എന്ന് പറയുന്നത് നൈട്രജന്റെ നമ്പർ ഇൻറ്റു നൈട്രജന്റെ മാസ് ബൈ കഫീനിന്റെ മോളാർ മാസ് ഇൻറ്റു 100 ആണ്. സോ ദിസ് ഈസ് 28.9% ഈസ് ഈക്വൽ ടു എക്സ് ആണ് നൈട്രജന്റെ നമ്പർ എന്ന് വിചാരിക്കുക. 14 ബൈ കഫീന്റെ മോളിക്കുലർ മാസ് 194 ഇൻറ്റു 100 ആണ്. യു സോൾവ് ഇറ്റ്, എക്സ് എന്ന് പറയുന്നത് 4 ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. സോ യുവർ ആൻസർ വിൽ ബി 4. Average atomic mass of magnesium is 24.31 AMU. The magnesium is composed of 79 mole percentage of magnesium 24 and remaining 21 mole percentage of magnesium 25 and 26. അങ്ങനെയാണെങ്കിൽ മോൾ പെർസെൻറ്റേജ് ഓഫ് മെഗ്നീഷ്യം 26 എത്രയായിരിക്കും എന്നുള്ളതാണ് നമ്മളോട് ചോദ്യം. കണ്ടുപിടിക്കേണ്ടത് മോൾ പെർസെൻറ്റേജ് ഓഫ് മെഗ്നീഷ്യം 26 ആണ്. അത് എക്സ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ മോൾ പെർസെൻറ്റേജ് ഓഫ് മെഗ്നീഷ്യം 25 എത്രയായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 25ഉം 26 മെഗ്നീഷ്യവും കൂടി ചേർന്ന് 21 മോൾ പെർസെൻറ്റേജ് ആണ്. ഒരാളത് എക്സ് ആണെങ്കിൽ മറ്റേയാളത് 21 മൈനസ് എക്സ് ആണ്. അപ്പൊ ആവറേജ് മാസ് നമുക്ക് കാണാൻ അറിയാം. ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ആദ്യത്തെ ആളുടെ മാസ് ഇൻറ്റു അതിൻ്റെ പെർസെൻറ്റേജ് പ്ലസ് രണ്ടാമത്തെ ആളുടെ മാസ് ഇൻറ്റു അതിൻ്റെ പെർസെൻറ്റേജ് പ്ലസ് മൂന്നാമത്തെ ആളുടെ മാസ്, 3 പേരുണ്ട് ഇവിടെ, ഇൻറ്റു അതിൻ്റെ പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100 ആണ്. നമ്മളത് ഇതിലേക്ക് കൊടുക്കുന്നു. ആവറേജ് 24.31 ഈസ് ഈക്വൽ ടു ആദ്യത്തതിൻ്റെ മാസ് 24 മെഗ്നീഷ്യം ഇൻറ്റു അത് 79 ഉണ്ട്, പ്ലസ് രണ്ടാമത്തെ ആള് 25 ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ അത് 21 മൈനസ് എക്സ് പെർസെൻറ്റേജേ ഉള്ളൂ, പ്ലസ് 26 ഇൻറ്റു എക്സ് ബൈ 100. ഇത് നമ്മൾ സോൾവ് ചെയ്യുന്നു. യു ഗെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 2. സോ എക്സ് ഈസ് ഈക്വൽ ടു 2 ഈസ് യുവർ ആൻസർ. The wavelength of an electron of kinetic energy 4.5 into 10 raised to minus 25 joule is dash into 10 raised to minus 5 meter. What is the nearest number? Kinetic energy തന്ന വേവ് ലെങ്ത് ചോദിച്ചാൽ ലാംഡ ഈസ് ഈക്വൽ ടു h ബൈ √2m കൈനറ്റിക് എനർജി തന്നിരിക്കുന്നു. 6.6 into 10 raised to minus 34 ആണ് ജൂൾ സെക്കൻഡ് ആണ് നമ്മുടെ h ആയിട്ട് എടുക്കേണ്ടത്. 2 ഇൻറ്റു മാസ് ഓഫ് ഇലക്ട്രോൺ 9 into 10 raised to minus 31 കിലോഗ്രാം ഇൻറ്റു 4.5 എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി 4.5നെ 9/2 ഇൻറ്റു 10 raised to minus 29 എന്ന് ഞാൻ എഴുതി. സോ നൗ ദിസ് ഈസ് വെരി ഈസി. നമുക്കിവിടെ കിട്ടാൻ പോകുന്നത് ദിസ് ഈസ് 6.6 ഇൻറ്റു 10 raised to minus 34 ഡിവൈഡഡ് ബൈ √9 ഇൻറ്റു 9 എന്നുള്ളത് 9 ആണ്. 10 raised to minus 31ഉം 10 raised to minus 29ഉം കൂടി നമുക്ക് 10 raised to minus 60 കിട്ടും. അതിൻ്റെ സ്ക്വയർ റൂട്ട് 10 raised to minus 30 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 2.2/3 ഇൻറ്റു 10 raised to minus 4 or it is 22/3 into 10 raised to minus 5 which is equal to 7 into 10 raised to minus 5. So dash എന്ന് പറയുന്നത് 7 will be your answer. The number of given orbitals which have electron density in between the axis. Px എന്ന് പറയുന്നത് x ആക്സിസിന് മേലെയാ, py എന്ന് പറയുന്നത് y ആക്സിസിന് മേലെയാ, pz എന്ന് പറയുന്നത് z ആക്സിസിന് മേലെയാ, dxy എക്സിനും വൈക്കും ഇടയിലാണ്, dyz വൈനും സെഡിനും ഇടയിലാണ്, dxz എക്സിനും സെഡിനും ഇടയിലാണ്, dz സ്ക്വയർ സെഡിന്റെ മേലെയാണ്, dx സ്ക്വയർ മൈനസ് y സ്ക്വയറും മേലെയാണ്. സോ ദർ ആർ 3 orbitals which are along the axis. So that's about the discussion. Thank you.